20-ാം നൂറ്റാണ്ടിലെ മഹാനായ വിപ്ലവകാരിയായ ഫിദൽ തൻ്റെ ജീവിതത്തെ ലോകത്താകെയുള്ള മനുഷ്യർക്ക് സോഷ്യലിസത്തിൻ്റെ മഹത്വം നേരിട്ട് കാണിച്ചു കൊടുക്കുന്നതിന് ഉപയോഗിക്കുകയായിരുന്നു. ഒരു ചെറിയ ദ്വീപിൽ സഖാവ് കാസ്ട്രോ നയിച്ച വിപ്ലവത്തിൻ്റെ അലയടികൾ ലോകത്തെമ്പാടും പിന്നീട് ദീർഘകാലം മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ബാത്തിസ്ത എന്ന ഏകാധിപതിയെ പുറത്താക്കി അധികാരം പിടിച്ചെടുക്കുമ്പോൾ ഫിദൽ കാസ്ട്രോയിന് വെറും 33 വയസ്സായിരുന്നു ഉണ്ടായിരുന്നു. 1961 നടത്തിയ വൻ ജനകീയ സാക്ഷരതാ പ്രവർത്തനത്തിലൂടെ ആ 33-കാരൻ ലോകത്തിന് മുന്നിൽ അത്ഭുതമായി ക്യൂബയെ വളർത്തുകയായിരുന്നു. 1961 നടത്തിയ വൻ ജനകീയ സാക്ഷരതാ പ്രചാരണത്തിലൂടെ വെറും 1 വർഷത്തിനുള്ളിലായിരുന്നു ക്യൂബ സമ്പൂർണമായി നിരക്ഷരത ഇല്ലാതെയാക്കിയത്. പ്രാഥമിക തലം മുതൽ യൂണിവേഴ്സിറ്റി തലം വരെ സൗജന്യ വിദ്യാഭ്യാസം ക്യൂബ അവിടുത്തെ മുഴുവൻ ജനങ്ങൾക്ക് നൽകി. അക്കാലത്ത് ലോകത്തെ വൻകിട മുതലാളിത്ത രാജ്യമായ അമേരിക്കയിൽ 1000 പേർക്ക് 2.4 ഡോക്ടർമാർ മാത്രം ഉണ്ടായിരുന്നപ്പോൾ ക്യൂബയിൽ 1000 പേർക്ക് 6.7 ഡോക്ടർമാർ വീതം ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ നിലയിലേക്ക് സോഷ്യലിസ്റ്റ് വികസന പാതയിലൂടെ ക്യൂബയെ ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കുകയായിരുന്നു സഖാവ് ഫിദൽ കാസ്ട്രോ ചെയ്തത്. പാവപ്പെട്ട തൊഴിലാളികൾക്ക് വളരെ വില കുറഞ്ഞ നിരക്കിൽ ആഹാരം ലഭ്യമാക്കാൻ മികച്ച റേഷൻ ഭക്ഷ്യ വിതരണ ശൃംഖല അവർ സ്ഥാപിക്കുകയായിരുന്നു. ലോകത്തെ ഏറ്റവും കുറഞ്ഞ സാമ്പത്തിക അസമത്വമുള്ള രാജ്യമായി, ഏറ്റവും പട്ടിണി കുറഞ്ഞ രാജ്യമായി ക്യൂബയെ സഖാവ് ഫിദൽ കാസ്ട്രോ മാറ്റുകയായിരുന്നു.